ഓണക്കാഴ്ചകളിലേക്ക് തന്നെ പോകാം. ഓണക്കാലം ആരംഭിച്ചതോടെ സജീവമായി വാഴയില വിപണി. നാടൻ വാഴയിലകൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തവണ കൂടുതലായും വാഴയിലകൾ എത്തുന്നത്. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ തൂശനിലയിലെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. മുൻകാലങ്ങളിലെല്ലാം നാട്ടിൻപുറങ്ങളിൽ സദ്യവട്ടങ്ങൾക്കുള്ള വാഴയിലകൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വാഴയിലയ്ക്കും അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. കമ്പം, വത്തലക്കുണ്ട്, സത്യമംഗലം, തെങ്കാശി, മൈസൂർ തുടങ്ങിയ വിവിധയിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇലകൾ എത്തിക്കുന്നത്. അടപ്രഥമനും മറ്റും തയ്യാറാക്കുന്നതിനായി ഓർഡർ അനുസരിച്ച് ഇലകളും വിതരണക്കാർ എത്തിച്ചു നൽകും. കോട്ടയം, ഏറ്റുമാനൂർ, എറണാകുളം, തൊടുപുഴ, പൂവരണി, പൊൻകുന്നം, പാലാ മേഖലകളിൽ പ്രധാനമായും ഈറ്റക്കൽ ഫാംസാണ് വാഴയില ചില്ലറ വിൽപ്പനശാലകളിൽ എത്തിക്കുന്നത്. 4 രൂപ 50 പൈസയാണ് ഒരു വാഴയിലയുടെ വില. ഒരു കെട്ടിൽ 250 വാഴയിലകൾ ഉണ്ടാകും. തിരുവോണം അടുക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഇത്തവണയും വാഴയിലയ്ക്ക് വില കൂടുമെന്നാണ് വിതരണക്കാരുടെ പ്രതീക്ഷ. വാഴയിലയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വാഴയിലില്ലാത്തവർക്ക് ഇപ്പം മൈസൂർ, മേട്ടുപ്പാളയം, ആലംകുളം, തെങ്കാശി, കമ്പം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വാഴയില വരുന്നത്. ഇപ്പോൾ വാഴയിലയ്ക്ക് ഇപ്പോൾ ഒരെണ്ണത്തിന് 4 രൂപ 50 പൈസയാണ് റേറ്റ്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വാഴയില കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് പുറത്തുപോയി സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വയനാട് ദുരന്തത്തെ തുടർന്ന് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇലകളുടെ പ്രചാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഓണാഘോഷത്തിൽ വാഴയില ഒരു അവിഭാജ്യ ഘടകമാണ്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.